കണ്ണൻ മരിച്ചിട്ട് 4 മാസം കഴിഞ്ഞു. ആരുവിന് ഇത് 7-ാം മാസമാണ്. അവളുള്ളത് ദേവിക്കും വിശ്വനും കണ്ണന്റെ ഓർമ്മകളിൽ നിന്നും ഒരാശ്വാസമായിരുന്നു. മോളെ, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എൻ്റെ കൂടെ വാ, ആരുവിൻ്റെ അമ്മ അവളോട് വീണ്ടും പറഞ്ഞു. അവർ തിരിച്ച് അബ്രോഡ് പോവുകയാണ്. ആരുവിനെ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ പോവാൻ കൂട്ടാക്കിയില്ല. അവരവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിലൊന്ന് മുത്തി. അവൾ അവർക്കു നേരെ വാടിയൊരു പുഞ്ചിരി നൽകി അവരെ യാത്രയാക്കി. അവർ പോയതും അവൾ ഒരു വിതുമ്പലോടെ ദേവിയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ? ഞാനും അച്ഛനും സങ്കടപ്പെടുമെന്ന് കരുതിയല്ലേ മോൾ പോവാതിരുന്നേ? അവർ നിറകണ്ണുകളോടെ അവളെ നോക്കി. അതിന് അമ്മ എന്നോട് പോവേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ കുഞ്ഞു വളരേണ്ടത് ഈ വീട്ടിലല്ലേ? അവൾ നേങ്ങിക്കൊണ്ട് അവരെ നോക്കി. മോള് ചെറുപ്രായമാണ്. ജീവിതം ഇനിയും ഒരുപാടുണ്ട്. പിന്നീടൊരിക്കൽ ഈ അമ്മയും അച്ഛനും കാരണമാണ് അത് നഷ്ടമായത് എന്ന് പറയരുത്. നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ഞങ്ങളില്ല. അത് കേട്ടതും അവളുടെ മുഖം വാടി. എൻ്റെ ദേവുവിനെ ഞാൻ അങ്ങനെ പറയോ? ഒരുപാട് നാളുകൾക്കു ശേഷം അവളുടെ മുഖത്ത് ആ പഴയ കുറുമ്പ് നിറഞ്ഞു. ലച്ചു റൂമിലേക്ക് ചെല്ലുമ്പോൾ ജനലോരം നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്ന രുദ്രൻ അവളെ തിരിഞ്ഞു നോക്കി. അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മാറാനുള്ള ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൾ ഇറങ്ങുമ്പോഴും അവൻ്റെ സംസാരം കഴിഞ്ഞിരുന്നില്ല. അവൾ ബെഡിലേക്ക് കയറി കിടന്നതും അവൻ ഫോൺ കട്ട് ചെയ്ത് ചാർജിലിട്ടുകൊണ്ട് അവൾക്കരികിലേക്ക് വന്ന് കിടന്നു. അടുത്ത അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു കിടന്നു. ഇത്ര പെട്ടെന്നുറങ്ങിയോ? അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. അവൻ ചോദിച്ചത് കേട്ടിട്ടും ഉറക്കം നടിച്ചു കിടക്കുന്നവളെ കാണെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ കൈ അവളുടെ പിന്നിൽ നിന്നും അവളെ ഇറുകെ പുണർന്നു. അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ മുഖമമർന്നു. അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. ഇടുപ്പിലൂടെ എന്നെ നീങ്ങുന്ന അവൻ്റെ കൈകളുടെ കരുത്തറിഞ്ഞതും അവളൊന്ന് വിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ്റെ ചുണ്ടിൽ അത്രയും ഭംഗിയുള്ളൊരു ചിരി വിടർന്നു. അവൻ അവളുടെ മുഖം അവന് നേർക്കുയർത്തി. പോയിട്ട് അവിടെ തന്നെ കൂടരുത്, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടി. അവനൊന്നുകൂടി അവളെ വരിഞ്ഞു മുറുക്കി അവൻ്റെ നെഞ്ചോട് ചേർത്തു. അവളൊരു കുറുമ്പോടെ അവനെ നോക്കി. അല്ല, ഞാനും വേണിയും വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണല്ലോ മോനാകെ ഒരു മാറ്റം. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. നീ പോയാൽ എന്നെ ആരും ഉറക്കും? അവനൊരു കുസൃതിയോടെ അവളെ നോക്കി. അവൻ്റെ കൈ പതിയെ അവളുടെ ടോപ്പിനുള്ളിലൂടെ മുകളിലേക്ക് എന്നെ നീങ്ങി. അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നു. തീരാത്ത കൊതിയോടെ അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് പെയ്തിറങ്ങി. ലച്ചുവിനെയും വേണിയെയും ലച്ചുവിൻ്റെ വീട്ടിലാക്കിയത് രുദ്രനാണ്. ആര്യവിന് ഡെലിവറി ഡേറ്റ് അടുത്തതുകൊണ്ട് തന്നെ 2 ദിവസം അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് രണ്ടുപേരും. എന്നാ മോന് 2 ദിവസം ഇവിടെ നിന്നൂടെ? എന്നിട്ട് ഒന്നിച്ചു പോവാം. ഇപ്പോഴാണേൽ ഇവിടെ ദക്ഷമുണ്ട്. കവിത രുദ്രനോട് ചോദിച്ചപ്പോൾ ലച്ചു പ്രതീക്ഷയോടെ അവനെ നോക്കി. ലീവില്ലാത്തോണ്ടമ്മേ, ഞാൻ നോക്കാം, പറ്റുവാണേ വരാം. അതും പറഞ്ഞവൻ മുറ്റത്തേക്ക് ഇറങ്ങിയതും ലച്ചുവിൻ്റെ മുഖം വാടി. അവനൊരു പുഞ്ചിരിയോടെ അവളോട് കണ്ണടച്ചു കാണിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. എന്താണ് മോളെ ഒരു വിരഹഭാവം? രുദ്രൻ പോയ വഴിയെ നോക്കി വാടിയ മുഖത്തോടെ നിൽക്കുന്ന ലച്ചുവിനെ നോക്കി വേണി അടുത്തേക്ക് വന്നു. ഒന്ന് പോടി, വാ നമുക്ക് ആരുവിൻ്റെ അടുത്തേക്ക് പോവാം. വേണിയുടെ കൈയും പിടിച്ച് ലച്ചു അപ്പുറത്തേക്ക് നടന്നു. ബെല്ലടിച്ചതും ദേവിയമ്മയാണ് വന്ന് വാതിൽ തുറന്നത്. അവരെ കണ്ടതും ലച്ചു ഓടിപ്പോയി അവരുടെ കവിളിൽ ചുണ്ടു ചേർത്തു. ആരും എവിടെ ദേവു? ലച്ചു ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ റൂമിലുണ്ട്. രാവിലെ മുതൽ എന്തോ വയ്യായിക പോലെയുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അതിന് മാത്രം ഒന്നുമില്ലെന്ന്. ഇനിയും കുറവില്ലേ കൊണ്ടുപോകണം. മോളെപ്പോയാ വന്നേ? ഇരിക്ക്, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. ലച്ചുവിനോട് പറഞ്ഞുകൊണ്ടവർ വേണിയുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു. ഇപ്പോഴൊന്നും വേണ്ട ദേവി ആൻറ്റി, ഞങ്ങൾ അപ്പുറത്ത് നിന്നും കഴിച്ചു.
കിച്ചണിലേക്ക് പോവാനിരുന്ന ദേവിയെ വേണി പിടിച്ചു വെച്ചു. അവർ റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ആലോചിച്ച് മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു ആരു. ഓ, എന്താ സുഖം! ഗർഭത്തിന്റെ പേരും പറഞ്ഞ് ഒരു പണിയും ചെയ്യാതെ സുഖിച്ച് കിടക്കുകയാണല്ലേ. അവളെ കണ്ടപ്പോൾ വാടിപ്പോയ മുഖത്ത് വരുത്തി തീർത്തൊരു കുസൃതിയോടെ വേണി ബെഡിൽ അവൾക്കരികിലേക്കിരുന്നു. ഒന്ന് പോടി, നീ എന്തിനാ ലച്ചു ഇവളെ കൊണ്ടുവന്നേ? നിനക്ക് തനിച്ചു വന്നാൽ പോരായിരുന്നോ? ആരു കുറുമ്പോടെ ലച്ചുവിനെ നോക്കി. നീ പോടി, നിനക്ക് അവളെങ്ങനെയാണോ അതുപോലെയാ അവൾക്ക് ഞാൻ. അപ്പോൾ അവളെന്നെ കൂട്ടും. വേണി ആരുവിനെ നോക്കി പുച്ഛിച്ചു. ഓ, കാലൻ അവളെ കെട്ടിയ കാര്യം ഞാനങ്ങ് മറന്നു. വേണിക്കിട്ടാണ് അവൾ പറഞ്ഞതെങ്കിലും അത് കേട്ട് ലച്ചുവിൻ്റെ മുഖം വീർത്തു. അത് കണ്ടതും അവർ പൊട്ടിച്ചിരിച്ചു. രാത്രി അവർ 3 പേരും ഒന്നിച്ചാണ് കിടന്നത്. ആരുവിനെ നടക്കുകയിടത്തി അവർ 2 പേരും അവളെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം അവരെല്ലാം മറന്നിരുന്നു. ദേ ആരു, എണീറ്റേ, വാതിൽ തുറന്നേ. അവരെ പോലെയാണോ നീ? നേരത്തെ എണീറ്റ് വല്ലതും കഴിച്ചില്ലേ? വയറ്റിലുള്ള കുഞ്ഞിന് വിശക്കും. ആരു എണീറ്റ് ക്ലോക്കിലേക്ക് നോക്കി. സമയം 9 ആവാറായി. അവൾ അവരെ ഉണർത്താതെ നിരങ്ങി ബെഡിൽ നിന്നും താഴേക്കിറങ്ങി. വാതിൽ തുറക്കുമ്പോൾ കപടദേഷ്യത്തോടെ ദേവിയമ്മ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ പൊന്നമ്മയല്ലേ, വഴക്കൊന്നും പറയല്ലേ. ഇന്നലെ അവർ ഉണ്ടായതുകൊണ്ട് സംസാരിച്ച് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാ ഉറങ്ങിയത്. അതുകൊണ്ടാ, അവൾ അവരുടെ കവിളിൽ മെല്ലെയൊന്ന് പിച്ചി കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ദേവിയമ്മ ഉണ്ടാക്കിയിരുന്നു. ദക്ഷൻ ലീവ് ആയതുകൊണ്ട് അവനും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ലച്ചുവും വേണിയും ആരുവും കൂടി പുറത്ത് സിറ്റൗട്ടിൽ വന്നിരുന്നു. ചുറ്റുഭാഗവുമുള്ള നീളൻ വരാന്ത പോലെയായിരുന്നു അവരുടെ സിറ്റൗട്ട്. ചുറ്റും നിറയെ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞുപോയ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും വരാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചുമെല്ലാം അവർ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു.